അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, നാം എല്ലാവരും ഇപ്പോൾ നിലകൊള്ളുന്നത് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിലാണ്. എന്നാൽ പലരുടെയും മനസ്സിലുള്ളത് വെള്ളിയാഴ്ച ദിവസത്തിനാണ് ഏറ്റവും കൂടുതൽ മഹത്വം എന്നുള്ളത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കണം, ഓരോ ദിവസത്തിനേക്കാളും അതിൻ്റെ രാവിനാണ് അല്ലാഹു സുബ്ഹാനഹു തആല മഹത്വം നൽകിയത്. പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസത്തിനേക്കാൾ മഹത്വവും ശ്രേഷ്ഠതയും നമ്മൾ ചെയ്യുന്ന അമലിന് അല്ലാഹു സുബ്ഹാനഹു തആല വലിയ പുണ്യം നൽകുന്നതും നമ്മുടെ ദുആക്ക് ഇജാബത്ത് നൽകുന്നതുമൊക്കെ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിനാണ്. അപ്പോൾ നാം എല്ലാവരും ഇന്ന് നിലകൊള്ളുന്നത് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ രാവ് നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത്. അതായത്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു ദിക്ർ പറഞ്ഞു തരുന്നുണ്ട്. ഈ ദിക്ർ നിങ്ങൾ 40 വട്ടം ചൊല്ലിക്കഴിഞ്ഞാൽ, ഇന്നത്തെ രാത്രി 40 വട്ടം ചൊല്ലിക്കഴിഞ്ഞാൽ നീ ഉദ്ദേശിച്ച കാര്യം പൂർത്തിയാവും. അതുപോലെ തന്നെ ജോലി ശരിയാകും, വിവാഹം ശരിയാകും, നിങ്ങൾ ആഗ്രഹിക്കുന്ന വീട് നിങ്ങൾക്ക് ലഭിക്കും, മക്കൾ ഇല്ലാത്തവർക്ക് മക്കളുണ്ടാകും, രോഗങ്ങൾ മാറിക്കിട്ടും, കടങ്ങൾ വീടിക്കിട്ടും, സാമ്പത്തികമായിട്ട് ഐശ്വര്യമുണ്ടാകും, ജീവിതത്തിൽ ദാരിദ്ര്യമുണ്ടാകില്ല. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, പ്രധാനമായിട്ടും ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിൽ ഇന്നത്തെ രാത്രി നിങ്ങൾ ഈ ദിക്ർ 40 വട്ടം ചൊല്ലിക്കൊണ്ട് നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആലയോട് എന്ത് ചോദിച്ചാലും ഇൻഷാ അല്ലാഹ് അത് റബ്ബ് നിങ്ങൾക്ക് നൽകും. മാത്രമല്ല എല്ലാ കുടുക്കിൽ നിന്നും റബ്ബ് സുബ്ഹാനഹു തആലയുടെ സഹായം നിങ്ങൾക്കുണ്ടാകും. റബ്ബിൻ്റെ സഹായം എപ്പോഴും നിങ്ങൾക്കുണ്ടാകും ഈ ദിക്ർ നിങ്ങൾ ചൊല്ലിയാൽ. അങ്ങനെ ഒട്ടനവധി നേട്ടങ്ങൾ ലഭിക്കുന്ന ഒരു അത്ഭുത ദിക്റാണ് ഇത്. പലർക്കും ഈ ദിക്റിനെ കുറിച്ച് അറിയില്ല. എന്നാൽ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഈ ദിക്റിനെ കുറിച്ച് വിശദമായി പറയുന്നുണ്ട്. അത് നിങ്ങൾ ജീവിതത്തിൽ മുറുകെ പിടിക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രയാസമുണ്ടാകില്ല, ടെൻഷൻ ഉണ്ടാകില്ല, സമാധാനം മാത്രമേ ഉണ്ടാകുകയുള്ളൂ. മാത്രമല്ല നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ നല്ല ഹൈറായിട്ട് നിങ്ങൾക്ക് നടത്തിത്തരും. മാത്രമല്ല എപ്പോഴും അള്ളാഹുവിൻ്റെ സഹായം നിങ്ങൾക്കുണ്ടാകും. അത്രക്കും വലിയ മഹത്വമുള്ള ഒരു ദിക്റാണ് ഇത്. ഈ ദിക്ർ നിങ്ങൾ ഇന്ന് വെള്ളിയാഴ്ച രാവിൽ നിർബന്ധമായിട്ടും 40 പ്രാവശ്യം മറക്കാതെ ചൊല്ലി നിങ്ങളുടെ ആഗ്രഹങ്ങൾ, പ്രയാസങ്ങൾ അള്ളാഹുവിനോട് പറയണം. 40 പ്രാവശ്യം ഈ ദിക്ർ ചൊല്ലാൻ വളരെ കുറച്ച് സമയം കൊണ്ട്, സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് ചൊല്ലി തീർക്കാൻ കഴിയും. എന്നാൽ ഇത് ചൊല്ലിക്കൊണ്ട് നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആലയോട് ദുആ ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് നമ്മുടെ ദുആക്ക് ഇജാബത്തുണ്ടാകും. നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടും, നമ്മുടെ ഉദ്ദേശങ്ങൾ നടന്നു കിട്ടും. അതുകൊണ്ട് ആരും തന്നെ മറന്നു പോകരുത്. ഈ ദിക്ർ നിങ്ങളോട് ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിലെ ചൊല്ലാൻ ഞാൻ പറയാൻ തന്നെ കാരണം, ഈ വെള്ളിയാഴ്ച രാവിൻ്റെ പ്രത്യേകതകൾ, മഹത്വങ്ങൾ, അതിൻ്റെ ഗുണങ്ങൾ, നേട്ടങ്ങൾ, നമ്മൾ ചെയ്യുന്ന അമലുകൾക്ക് ലഭിക്കുന്ന പ്രതിഫലം, അതൊന്നും അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഈ ദിക്ർ, അതുപോലെ തന്നെ നിങ്ങൾ ദുആ ചെയ്യുന്നത്, ധാരാളം അല്ലാഹു സുബ്ഹാനഹു തആലക്ക് ഇബാദത്ത് എടുക്കുന്നത് ഒന്നും നിങ്ങൾ ഒഴിവാക്കില്ല. ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിൽ അത്രത്തോളം വലിയ മഹത്വമുള്ള ഒരു രാവാണ് വെള്ളിയാഴ്ച രാവ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ആഴ്ചയിൽ നൽകിയ ഏറ്റവും മഹത്വമുള്ള ഒരു രാവാണ് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവ്. അതൊരിക്കലും നിങ്ങൾ പാഴാക്കി കളയരുത്, നഷ്ടപ്പെടുത്തി കളയരുത്. പണ്ടൊക്കെ ഉമ്മമാർ എന്നും ഉപദേശിക്കുമായിരുന്നു മക്കളോടൊക്കെ, മകനെ ഇന്ന് വെള്ളിയാഴ്ച രാവാട്ടോ, ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത്. ഇശാ മഗ്രിബിൻ്റെ ഇടയിൽ പരിശുദ്ധ ഖുർആൻ ധാരാളം പാരായണം ചെയ്യണം, ദിക്റുകൾ അധികരിപ്പിക്കണം, സ്വലാത്ത് ചൊല്ലണം എന്നൊക്കെ മക്കളോട് പറയുകയും കൽപ്പിക്കുകയും മക്കൾ ചെയ്തില്ലെങ്കിൽ അവരെ അടിക്കുക വരെ ചെയ്യുമായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ഉമ്മമാർ മക്കളെ അതുപോലെ ഉപദേശിക്കുന്നുണ്ടോ? ഇല്ല എന്ന് തന്നെ പറയാം. എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും ഒരു 100-ൽ 95% ഉമ്മമാരും ഇപ്പോൾ മക്കളോട് ഇശാ മഗ്രിബിൻ്റെ ഇടയിൽ ഇബാദത്തെടുക്കാൻ, പരിശുദ്ധ ഖുർആൻ ഓതാൻ, ദിക്ർ ചൊല്ലാനൊന്നും മക്കളോട് ഉപദേശിക്കുന്നില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഉമ്മമാർ തന്നെ ചിലരൊക്കെ ആ സമയത്ത് ഫോണെടുത്ത് സോഷ്യൽ മീഡിയകളിലൊക്കെ കയറി കളിക്കുകയായിരിക്കും. പിന്നെ എങ്ങനെയാണ് മക്കൾ നന്നാവുക, വെള്ളിയാഴ്ച രാവ് ഉപകാരപ്പെടുത്തുക? മക്കളൊക്കെ മാതാപിതാക്കളത് കണ്ടിട്ടല്ലേ വളരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, രക്ഷിതാക്കളെ, നിങ്ങൾ ഒരിക്കലും വെള്ളിയാഴ്ച രാവ് നഷ്ടപ്പെടുത്തി കളയരുത്. നിങ്ങളും നിങ്ങളുടെ മക്കളുമൊക്കെ വെള്ളിയാഴ്ച രാവിൽ ധാരാളം ഇബാദത്തുകൾ എടുക്കുക, അതുപോലെ ദുആ ചെയ്യുന്നത് അധികരിപ്പിക്കുക, ദിക്ർ ചൊല്ലുക, സ്വലാത്ത് ചൊല്ലുക. അങ്ങനെ ധാരാളം ഇബാദത്തെടുത്ത്
വെള്ളിയാഴ്ച രാവിൻ്റെ എല്ലാ പോരിശകളും നേടിയെടുക്കുക. അത് മാത്രമേ നമുക്കുണ്ടാവുകയുള്ളൂ. ഈ ദുനിയാവിലെ ജീവിതം വളരെ ചുരുക്കം മാത്രമേ നമുക്കിവിടെ ജീവിക്കാൻ സമയമുള്ളൂ. ഇന്നോ നാളെയായിട്ട് നാം എല്ലാവരും ഇവിടുന്ന് പോകേണ്ടവരാണ്. എത്രയോ ആളുകൾ നമുക്ക് വേണ്ടപ്പെട്ട എത്രയോ ആളുകൾ കഴിഞ്ഞ വർഷമുള്ളവരൊക്കെ ഈ വർഷം ഇല്ല, അവരൊക്കെ ഖബറിലാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ദുനിയാവിലെ ജീവിതത്തിൽ നമ്മൾ എന്തെല്ലാം അല്ലാഹു സുബ്ഹാനഹു തആലക്ക് ചെയ്തിട്ടുണ്ടോ, നല്ല നല്ല കാര്യങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടോ, അത് മാത്രമേ നമുക്ക് നാളെ പരലോകത്ത് അറ്റമില്ലാത്ത മരണമില്ലാത്ത അവിടുത്തെ ജീവിതത്തിൽ നമുക്ക് ഉപകാരപ്പെടുകയുള്ളൂ. അവിടെയാണ് നമുക്ക് ജീവിതമുള്ളത്. ഇവിടെ നമുക്ക് ജീവിതമില്ല എന്ന് തന്നെ പറയാം. വളരെ കുറഞ്ഞ കാലം മാത്രം അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിന് ധാരാളം ഇബാദത്തെടുത്ത് അള്ളാഹുവിന് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മെ വിട്ട ഒരു സ്ഥലമാണ് ഈ ദുനിയാവിലെ ജീവിതം. അതുകൊണ്ട് അത് മനസ്സിലാക്കി നിങ്ങൾ ജീവിക്കുക, എങ്കിൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. ദുനിയാവ് വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല, നമുക്ക് ദുനിയാവും വേണം ആഖിറവും വേണം. എന്നാൽ ദുനിയാവ് നമ്മൾ ഹറാമായ രീതിയിലും അല്ലാഹു സുബ്ഹാനഹു തആല വെറുക്കുന്ന രീതിയിൽ ഇസ്ലാം നിരോധിച്ച രീതിയിൽ നമ്മൾ ജീവിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ള ഹറാമല്ലാത്ത രീതിയിലുള്ള ഒരുപാട് സുഖങ്ങളും സന്തോഷങ്ങളും ഈ ദുനിയാവിൽ നമുക്ക് നേടിയെടുക്കാനുണ്ട്. അതൊക്കെയും നമ്മൾ നേടിയെടുക്കുകയും അതൊക്കെയും നമ്മൾ ആസ്വദിക്കുകയും വേണം. അത് ഒരിക്കലും പരിശുദ്ധ ഇസ്ലാം നിരോധിച്ചിട്ടില്ല. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു തആല അനുവദിച്ച കാര്യങ്ങൾ, ഹലാലാക്കിയ കാര്യങ്ങൾ നമ്മൾ നേടിയെടുത്ത് അതിൽ നമ്മൾ സന്തോഷം കണ്ടെത്തി അള്ളാഹുവിനോട് ശുക്ർ ചെയ്യുന്നത്, അൽഹംദുലില്ലാ എന്ന് നമ്മൾ പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു തആലക്ക് വളരെ വലിയ ഇഷ്ടമാണ്. മാത്രമല്ല അതിന് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു തആല വലിയ പ്രതിഫലം നൽകുകയും ചെയ്യും. ഞാൻ പറഞ്ഞു വന്നത്, വെള്ളിയാഴ്ച രാവ് നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത്. ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന എത്രയോ സഹോദരന്മാരുണ്ട്. അവരോടൊക്കെ പറയുകയാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങളിൽ പലരുടെയും ഗൾഫിലെ റൂമിലുള്ള ആ ജീവിതം അറിയുമ്പോൾ തന്നെ വലിയ വിഷമം തോന്നും. അതായത് ഗൾഫിൽ നിന്ന് പല റൂമുകളിലും ചെന്നു കഴിഞ്ഞാൽ, എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല, കൂടുതൽ റൂമുകളിലും ചെറുപ്പക്കാരും അതുപോലെ ഇടത്തര പ്രായമുള്ളവരൊക്കെ നേരം പുലരുന്നത് വരെ അവർ ഉറങ്ങാതെ സിനിമ കാണുകയാണ്. ചില ആളുകൾ മൊബൈൽ ഫോണിൽ കളിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർ ഉറങ്ങുന്നില്ല, കിടന്നുറങ്ങാതെ നേരം പുലരുന്നത് വരെ. ചില റൂമുകളിൽ മദ്യപാനം, ലഹരി, മറ്റു വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പല റൂമുകളിലും നടക്കുന്നുണ്ട്. പ്രവാസികൾക്ക് എന്നും ദുരിതമാണ്, വിഷമമാണ്, പ്രയാസമാണ് എന്ന് പലരും പറയാറുണ്ട്. എന്നാൽ ചില ആളുകൾക്ക് ഗൾഫ് ജീവിതം വലിയ ഹാപ്പിയാണ്, വലിയ ആനന്ദമാക്കും. അവർ ഹറാമിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് അല്ലാഹു സുബ്ഹാനഹു തആല എതിർക്കുന്ന ഹറാമായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്ത് അവർ ജീവിതം സന്തോഷവും ആനന്ദവുമാക്കുന്ന എത്ര ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളുണ്ട്. അതുകൊണ്ടാണ് പലരും ഇന്ന് ഗൾഫ് ജീവിതം ഇഷ്ടപ്പെടുന്നത്. അവർ നാട്ടിൽ വന്നാൽ തന്നെ ഒരു 5-6 മാസം നിന്ന് അവർ എളുപ്പത്തിൽ സൗദിയിലേക്ക് തന്നെ പോകും. എന്നാൽ അവർക്ക് അവരുടെ ഭാര്യയെയും മക്കളെയും നാടുമൊക്കെ വിട്ടു പോകുമ്പോൾ അവർക്ക് വലിയ ടെൻഷനൊന്നും ഉണ്ടാകില്ല, പലർക്കും വലിയ വിഷമമൊന്നും ഉണ്ടാകില്ല. അതായത് അവർ ഗൾഫിൽ നിന്ന് വന്ന് ഒരു ആഴ്ച ആകുമ്പോഴേക്കും അവർക്ക് വീണ്ടും ഗൾഫിലേക്ക് പോകാൻ തന്നെയായിരിക്കും താല്പര്യം. എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല, എൻ്റെ അറിവിൽ ഒരുപാട് ആളുകളും ഗൾഫിൽ ഇത്തരത്തിൽ ലഹരിക്കടിമപ്പെട്ട് അതുപോലെ തന്നെ കള്ളിനും കഞ്ചാവിനും വേണ്ടാത്ത പ്രവൃത്തികളുമൊക്കെ ചെയ്തുകൊണ്ട് ഗൾഫ് ആനന്ദമാക്കുന്ന ആളുകളുണ്ട്. അവർക്ക് നാട്ടിൽ വന്നാലും അവരുടെ ഭാര്യമാരോടൊത്ത്, അവരുടെ മക്കളോടൊപ്പം, അവരുടെ മാതാപിതാക്കളോടൊപ്പം അധികം അവർക്ക് നിൽക്കാൻ സാധിക്കില്ല. അവർക്ക് പെട്ടെന്ന് തന്നെ ഗൾഫിലേക്ക് തന്നെ പോകാനായിരിക്കും താല്പര്യം. കാരണം അവർക്ക് ഗൾഫിലാണ് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നത്. അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ആരുടെയും ശല്യമില്ലാതെ, ആരും കാണാതെ, എല്ലാ തെറ്റുകളും ചെയ്ത് നല്ല സന്തോഷത്തോടു കൂടി ആനന്ദത്തോടു കൂടി അവിടെയാണ് അവർക്ക് ജീവിക്കാൻ താല്പര്യം. അതുകൊണ്ടാണ് അവർ പെട്ടെന്ന് തന്നെ നാട്ടിൽ നിന്നും ഗൾഫിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നത്. നാട്ടിൽ നിൽക്കുന്ന നമുക്ക് തോന്നും, അവൻ വന്നിട്ട് ആകെ ഒരു 3 മാസമായിട്ടുള്ളൂ, അപ്പോഴേക്കും സ്വന്തം കുടുംബത്തെ വിട്ട്, ഭാര്യയെ വിട്ട്, മാതാപിതാക്കളെ വിട്ട്, മക്കളെ വിട്ട് വീണ്ടും ഗൾഫിലേക്ക് ജോലിക്ക് തന്നെ പോകേണ്ട ഒരു അവസ്ഥയാണല്ലോ. എത്ര ടെൻഷനും ഉണ്ടാകും അവനിക്ക്, എത്ര പ്രയാസമായിരിക്കും അവനിക്ക്. നമുക്കൊന്നും ആ ഒരു വിധി തരാതിരിക്കട്ടെ എന്നൊക്കെ പലരും പറയും. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഇവിടെ സന്തോഷിക്കുന്നതിനേക്കാൾ വലിയ സന്തോഷവും ആനന്ദവും പോകുന്ന ആ വ്യക്തിക്ക് ചിലപ്പോൾ ഗൾഫിൽ കിട്ടുന്നുണ്ടാകും. അവർക്ക് ഗൾഫായിരിക്കും ഇഷ്ടം. അവൻ ആഗ്രഹിക്കുന്ന, അവൻ ഇഷ്ടപ്പെടുന്ന എല്ലാ കാര്യങ്ങളും അവിടെ കിട്ടുന്നുണ്ടാകും.
ഞാൻ പറഞ്ഞു വന്നത് വെള്ളിയാഴ്ച രാവിനെ കുറിച്ചാണ്. ഗൾഫിലൊന്നും പല റൂമുകളിലെ സഹോദരന്മാർക്കൊന്നും വെള്ളിയാഴ്ച രാവില്ല. കാരണം ആ സമയത്തൊക്കെ അവർ പല ഹറാമുകളും ചെയ്ത് വെറുതെ സമയം ചിലവഴിക്കുന്ന ആളുകളാണുള്ളത്. പലരും സുബഹി സമയത്താണ് ഗൾഫിൽ കിടന്നുറങ്ങുക. എന്നിട്ട് അവർ എണീക്കുന്നതോ ളുഹറിൻ്റെ സമയത്ത്. ചിലരാണെങ്കിലോ ളുഹറിനും എണീക്കില്ല. പുതപ്പ് മൂടി AC ഒക്കെ ഇട്ട് നല്ല തണുപ്പിൽ പുതപ്പ് മൂടി കിടന്നുറങ്ങും. പിന്നെ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ രക്ഷപ്പെടുക? ദുനിയാവിലും ആഖിറത്തിലും പരാജയപ്പെടാൻ അതുപോലെ. പലരും പറയാറുണ്ട്, അവൻ ഗൾഫിൽ പോകൽ തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായി, നല്ല ശമ്പളമൊക്കെയുണ്ട്, നല്ല ജോലിയാണ്, എന്നാലോ അവർക്ക് എന്നും ദാരിദ്ര്യമാണ്, കടമാണ്, പ്രയാസമാണ് എന്ന് മാത്രമേ അവനക്ക് പറയാനുള്ളൂ എന്ന് പലരും പറയാറില്ലേ? അതിനൊക്കെയും കാരണം എന്താണെന്നറിയോ? ഇത്തരത്തിൽ അവരുടെ ജീവിതം സുബഹിക്ക് എണീക്കാതെയൊക്കെ ഗൾഫിലൊക്കെ കിടന്നുറങ്ങുന്നത് കൊണ്ടാണ് അവർക്ക് എന്നും ദാരിദ്ര്യം വിട്ടുമാറാത്തത്. ദാരിദ്ര്യം വിട്ടുമാറില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കണം, വെള്ളിയാഴ്ച രാവിനെ നിസാരമാക്കി കാണുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല നൽകുന്ന ഏറ്റവും വലിയൊരു ശിക്ഷയാണ് അവരുടെ ജീവിതം കുടുസാക്കി കളയുമെന്ന്. ഒരു കുടുസായ ജീവിതമായിരിക്കും. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ഗൾഫിൽ പോകുന്ന ഒരു 60% ആളുകൾക്കും എന്നും വലിയ പ്രയാസമാണ് എന്ന് പറയാൻ കാരണം, എന്നും കടമാണ്, ദാരിദ്ര്യമാണ്, ജീവിതത്തിൽ പരാജയമാണ്, വിജയിച്ചിട്ടില്ല എന്നൊക്കെ പലരും പറയാൻ കാരണം ഇതാണ്. പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മുടെ കുട്ടികളൊക്കെ പലരും ഇന്ന് ഗൾഫ് നാടുകളിൽ അവരുടെ റൂമിൽ ചെയ്തു കൂട്ടുന്ന കോപ്രായങ്ങൾ, ഹറാമുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ അത്ഭുതപ്പെട്ടു പോകും. എന്തെല്ലാം ഹറാമുകളാണ് അവർ ചെയ്തു കൂട്ടുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല കാത്ത് രക്ഷിക്കുമാറാകട്ടെ നമ്മുടെ മക്കളൊക്കെ. വെള്ളിയാഴ്ച ദിവസത്തെക്കുറിച്ച് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം വന്നു കഴിഞ്ഞാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളുടെ അരികിൽ വന്ന് പറയും, നിങ്ങൾ ഒരിക്കലും പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവ് നഷ്ടപ്പെടുത്തി കളയരുത്. വെള്ളിയാഴ്ച രാവിൽ അല്ലാഹു സുബ്ഹാനഹു തആല ലക്ഷക്കണക്കിന് ആളുകൾക്ക് നരകമോചനം കൊടുക്കുന്ന ദിവസമാണ്, രാവാണ്. മാത്രമല്ല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വെള്ളിയാഴ്ച രാവിൽ ആരെങ്കിലും ഒരാൾ ചെറിയ ഒരു നന്മ ചെയ്താൽ അതിന് അല്ലാഹു സുബ്ഹാനഹു തആല വലിയ പ്രതിഫലമാണ് നൽകുക. ചെറിയ ഒരു നന്മയാണ് ചെയ്തിട്ടുള്ളതെങ്കിലും വെള്ളിയാഴ്ച രാവായതുകൊണ്ട് അവൻ എത്ര വലിയ ഭാഗ്യവാനാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. എന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറയുകയാണ്, വെള്ളിയാഴ്ച രാവിൽ ആരെങ്കിലും ഒരാൾ നന്മ ചെയ്യാതെ ഷെർ ചെയ്താൽ, ഹറാമിൻ്റെ കാര്യങ്ങൾ ചെയ്താൽ, പരിശുദ്ധ ഇസ്ലാം നിരോധിച്ച കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു തആല അവനിക്ക് നൽകുന്നത് വലിയ ശിക്ഷയായിരിക്കും. വഹിലെന്ന നരകത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലായിരിക്കും. ഇത്തരത്തിൽ വെള്ളിയാഴ്ച രാവിൽ തെറ്റുകൾ ചെയ്യുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു തആല നൽകുന്ന ശിക്ഷ. വെള്ളിയാഴ്ച രാവിലെ നമ്മൾ ഒരു നന്മ ചെയ്താൽ അതിന് വലിയ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകുന്നുണ്ടെങ്കിൽ, നമ്മളൊരു തിന്മ ചെയ്താൽ, തെറ്റ് ചെയ്താൽ അതിന് അല്ലാഹു സുബ്ഹാനഹു തആല വലിയ ശിക്ഷയുമായിരിക്കും നൽകുക. അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. അപ്പോൾ വെള്ളിയാഴ്ച രാവിൻ്റെ പ്രത്യേകതകളും മഹത്വങ്ങളും പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഞാനിപ്പോൾ അതിലേക്കൊന്നും കടക്കുന്നില്ല. നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. ഞാൻ നിങ്ങൾക്കൊരു ദിക്ർ പറഞ്ഞു തരാം. വെറും 40 വട്ടം നിങ്ങൾ ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിൽ മറക്കാതെ ചൊല്ലുക. എന്നിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണോ, എന്ത് ഉദ്ദേശമാണോ നിങ്ങൾക്ക് നടന്നു കിട്ടേണ്ടത്, അത് നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആലയോട് നല്ല ആത്മാർത്ഥതയോടുകൂടി, നല്ല വിശ്വാസത്തോടു കൂടി, നല്ല നിയ്യത്തോടു കൂടി നിങ്ങൾ അള്ളാഹുവിനോട് പറയുക. എന്നാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് നമ്മുടെ ആഗ്രഹങ്ങൾ നടന്നു കിട്ടും. കാരണം നമ്മൾ ചൊല്ലി ദുആ ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ നാമം ചൊല്ലിക്കൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു തആല തന്നെ പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ എൻ്റെ നാമങ്ങൾ ചൊല്ലിക്കൊണ്ട് നിങ്ങൾ എന്നോട് പറയുക, എന്നാൽ ഞാൻ നിങ്ങളുടെ ദുആ സ്വീകരിക്കും, നിങ്ങളുടെ കാര്യങ്ങൾ നിറവേറ്റിത്തരുമെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞ കാര്യമാണ്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ നമുക്ക് കാണാതെ പഠിക്കാം. ഈ 99 നാമങ്ങളും നമ്മൾ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ
നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു ഗുണമാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗം നമുക്ക് ലഭിക്കും. അതുപോലെ നമുക്ക്, എന്നാൽ ഇതൊക്കെയും പലർക്കും അറിയാം, എന്നാലും പലരും ഇതിന് ശ്രമിക്കുന്നില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം എന്താണ്? അത് ശൈത്താൻ നമ്മെ പിന്തിരിപ്പിക്കുകയാണ്. ശൈത്താൻ ഒരിക്കലും നമ്മൾ സ്വർഗത്തിൽ പോകുന്നതും നമ്മൾ രക്ഷപ്പെടുന്നതും അള്ളാഹു സുബ്ഹാനഹു തആലയിലേക്ക് അടുക്കുന്നതും അള്ളാഹു സുബ്ഹാനഹു തആല ഇഷ്ടപ്പെടുന്ന ഒരാളായി മാറുന്നതും ഒന്നും ശൈത്താന് ഇഷ്ടമില്ല. അതുകൊണ്ടാണ് അസ്മാഉൽ ഹുസ്ന പലർക്കും കാണാതെ പഠിക്കാൻ താല്പര്യമില്ലാത്തതും അത് പഠിക്കാൻ സമയം കിട്ടാത്തതും അത് പഠിക്കാനുള്ള സമയം കണ്ടെത്താത്തതുമൊക്കെ ശൈത്താൻ്റെ പിന്തിരിപ്പിക്കൽ കാരണമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ, എന്തെങ്കിലും കുടുക്കിൽപ്പെട്ട് കഴിഞ്ഞാൽ, എന്തെങ്കിലും വലിയ അപകടത്തിൽപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അപകടത്തിൽ പെടാൻ പോകുന്നു എന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രയാസങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ അള്ളാഹുവിനെ വിളിക്കുന്ന ചില പേരുകളുണ്ട്. നമ്മൾ മലയാളത്തിലാണ് നമ്മൾ പറയുന്നത്, എന്നാൽ അതൊക്കെയും അള്ളാഹുവിൻ്റെ പേരുകളാണ്. അതായത് നമ്മൾ വിളിക്കും പ്രയാസങ്ങൾ വരുന്ന സമയത്ത്, എല്ലാം കേൾക്കുന്നവനായ അള്ളാഹുവേ, എൻ്റെ പ്രയാസം നീ അറിയുന്നില്ലേ, കേൾക്കുന്നില്ലേ? അതുപോലെ തന്നെ എല്ലാം കാണുന്നവനായ അള്ളാഹുവേ, എൻ്റെ പ്രയാസം നീ കാണുന്നില്ലേ? അതുപോലെ തന്നെ എല്ലാം അറിയുന്നവനെ, എൻ്റെ സങ്കടം, എൻ്റെ വേദന, എൻ്റെ പ്രശ്നങ്ങൾ എല്ലാം നീ അറിയുന്നില്ലേ? അള്ളാഹുവേ, എനിക്ക് നീ സഹായം ചെയ്യണേ റബ്ബേ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? എന്നാൽ ഇതൊക്കെയും അള്ളാഹുവിൻ്റെ ഇസ്മുകൾ ഇതിൽ പെടുന്നുണ്ട്. അതായത് യാ സമീഉ യാ അല്ലാ, എല്ലാം കേൾക്കുന്നവനായ അള്ളാഹുവേ. യാ ബസീറു യാ അല്ലാ, എല്ലാം കാണുന്നവനായ അള്ളാഹുവേ. യാ അലീമു യാ അല്ലാ, എല്ലാം അറിയുന്നവനായ അള്ളാഹുവേ. അതുപോലെ തന്നെ യാ നാഫിഉ യാ അല്ലാ, സഹായം ചെയ്യുന്നവനെ, ഉപകാരം ചെയ്യുന്നവനെ. അപ്പോൾ ഇതൊക്കെ നമ്മൾ അറിയാതെ നമ്മൾക്ക് പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ പറയുന്ന വാക്കുകളാണ്. എന്നാൽ ഇതൊക്കെയും അള്ളാഹുവിൻ്റെ നാമങ്ങളാണ് പ്രിയപ്പെട്ടവരെ. എന്നാൽ അതിൽപ്പെട്ട യാ നാഫിഉ യാ അല്ലാ, യാ നാഫിഉ യാ അല്ലാ, യാ നാഫിഉ യാ അല്ലാ, ഈ ഒരു ഇസ്മിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. യാ നാഫിഉ യാ അല്ലാ എന്ന ഈ ഇസ്മിൻ്റെ അർത്ഥം വരുന്നത് സഹായം ചെയ്യുന്നവനെ, ഉപകാരം ചെയ്യുന്നവനെ എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഇസ്മിൻ്റെ അർത്ഥം കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും, നമ്മുടെ എന്ത് പ്രയാസങ്ങൾ വന്നാലും, എത്ര വലിയ പ്രശ്നങ്ങളിൽ പെട്ടുപോയാലും, എത്ര വലിയ കുടുക്കിൽ പെട്ടുപോയാലും, നമുക്ക് അള്ളാഹു സുബ്ഹാനഹു തആല സഹായം എളുപ്പത്തിൽ നൽകാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇസ്മ് യാ നാഫിഉ യാ അല്ലാ, സഹായം ചെയ്യുന്നവനായ അള്ളാ എന്ന ഈ ഇസ്മ നമ്മൾ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ പ്രയാസങ്ങൾ അള്ളാഹു സുബ്ഹാനഹു തആല എളുപ്പത്തിൽ മാറ്റിത്തരും. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ സഹായം നമുക്ക് എളുപ്പത്തിൽ ലഭിക്കുകയും നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറി നമുക്ക് നല്ല സന്തോഷം ലഭിക്കുകയും മാത്രമല്ല, നമ്മൾ എന്ത് ഉദ്ദേശം വെച്ചിട്ടാണോ ഈ ഒരു ഇസ്മ ചൊല്ലിയത്, ആ ഉദ്ദേശം അള്ളാഹു സുബ്ഹാനഹു തആല എളുപ്പത്തിൽ നിറവേറ്റിത്തരുകയും ചെയ്യും. പ്രിയപ്പെട്ട മോമിനീങ്ങളെ, ഇന്നത്തെ ഈ രാത്രി പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിൽ ഈ ഒരു ഇസ്മ നിങ്ങൾ വെറും 40 വട്ടം ചൊല്ലിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആലയോട് നിങ്ങളുടെ പ്രയാസങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, ആഗ്രഹങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങളെ ഉറപ്പാണ് ഇൻഷാ അല്ലാഹ് സഹായിക്കും. കാരണം നിങ്ങൾ സഹായിക്കുന്നവനായ അള്ളാ, സഹായിക്കുന്നവനായ അള്ളാ എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ദുആ ചെയ്യുന്നത്. മാത്രമല്ല, അത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ നാമമാണ്, അള്ളാഹുവിനെ പുകഴ്ത്തി പറയുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എന്ത് നല്ല, എത്ര വലിയ ആഗ്രഹമാണെങ്കിലും അത് നിങ്ങൾക്ക് ഹലാലാണെങ്കിൽ, ഖൈറാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്കത് നിറവേറ്റിത്തരുന്നതാണ്. ആ ഒരു കാര്യത്തിൽ ആരും തന്നെ സംശയിക്കേണ്ട ആവശ്യമില്ല. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ സമാധാനമില്ല, സന്തോഷമില്ല, ബറക്കത്തില്ല, ജീവിതത്തിൽ ഒരു രസവുമില്ല, ജീവിതം അങ്ങനെ ഒരു സന്തോഷമില്ലാതെ തള്ളി നീക്കുകയാണ് എന്ന് പ്രയാസപ്പെടുന്നവരൊക്കെ ഈ ഇസ്മ എല്ലാ ദിവസവും പതിവായിട്ടൊരു 40 പ്രാവശ്യം ചൊല്ലുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും പ്രയാസങ്ങളുണ്ടാകില്ല.
എപ്പോഴും സന്തോഷവും സമാധാനവും റാഹത്തുമായിരിക്കും നിങ്ങൾക്കുണ്ടാകുക. എല്ലാ അപകടങ്ങളെ തൊട്ടും എല്ലാ പ്രയാസങ്ങളെ തൊട്ടും പ്രതിസന്ധികളെ തൊട്ടും അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളെ കാത്ത് രക്ഷിക്കുകയും ചെയ്യും. അതോടൊപ്പം എപ്പോഴും അള്ളാഹുവിൻ്റെ ഒരു സഹായം നിങ്ങൾക്കുണ്ടാകും, അള്ളാഹുവിൻ്റെ ഒരു കാവൽ നിങ്ങൾക്കുണ്ടാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എവിടെയും പരാജയപ്പെടില്ല. നിങ്ങൾക്ക് വിജയം മാത്രമേ ഉണ്ടാകുകയുള്ളൂ. നിങ്ങൾ തുടങ്ങുന്നതും തൊടുന്നതും തൊട്ടതും എല്ലാം അത് വിജയത്തിലേ അവസാനിക്കുകയുള്ളൂ. കാരണം സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ കൂടെയുണ്ടാകും സഹായത്തിനായിട്ട്. പിന്നെ എന്തിനാണ് പ്രിയപ്പെട്ടവരെ പേടിക്കുന്നത്? അതുകൊണ്ട് നിർബന്ധമായിട്ടും ഈ ഒരു ഇസ്മ നിങ്ങൾ നിത്യവും ഒരു 40 പ്രാവശ്യം പതിവായി ചൊല്ലുക. നിങ്ങളുടെ ആഗ്രഹങ്ങൾ, പ്രയാസങ്ങൾ, ഉദ്ദേശങ്ങൾ പെട്ടെന്ന് സഫലമായി കിട്ടാൻ വേണ്ടിയിട്ട് വെള്ളിയാഴ്ച രാവായ ഇന്നത്തെ രാത്രി നിങ്ങൾ 40 വട്ടം ചൊല്ലിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആലയോട് ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ദിക്റിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും നിറവേറ്റി തരട്ടെ, നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ, ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും ബറക്കത്തും നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി നമുക്ക് മരിക്കുവാനും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഒരുമിച്ച് കൂടുവാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.